ഡിണ്ടിഗൽ തലപ്പാക്കെട്ടിൽ നിന്നാണ് ഇന്നത്തെ ആദ്യത്തെ ഓർഡർ വരുമ്പം കാണുന്ന ഓർഡർ ഏണിങ്സ് പിക്കപ്പ് ഡ്രോപ്പ് ഒന്നും ആയിരിക്കില്ല ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ. ഈ ഓർഡറിൻ്റെ പിക്കപ്പ് 1.6 കിലോമീറ്റർ ആയിരുന്നു. ബട്ട് ഹോട്ടലിൻ്റെ മാപ്പ് ഓണാക്കിയപ്പോൾ 1.8 കിലോമീറ്റർ ആയി. നമ്മൾ റെസ്റ്റോറൻറ്റ് റീച്ച് ആയിട്ടുണ്ട്, ഐറ്റം റെഡി ആയിട്ടില്ല. ഇന്നത്തെ ഡിന്നർ ഇൻസെൻറ്റീവ് 60 രൂപയാണ്. അതിൻ്റെ കണ്ടീഷൻസ് 1 ഗിഗ് കംപ്ലീറ്റ് ചെയ്യണം, 5 ഓർഡേഴ്സും ഡെലിവറി ചെയ്യണം. പിന്നെ 7 മണി മുതൽ 9 മണി വരെയുള്ള ടൈമിൽ 1 മണിക്കൂർ 45 മിനിറ്റ് കമ്പൽസറി ലോഗിനും. ഇവിടെ ഓർഡർ റെഡിയാവാൻ നല്ല ഡിലേ ആണ്. അറൗണ്ട് അരമണിക്കൂർ നമ്മളിവിടെ പോസ്റ്റായി. ഫൈനലി ഓർഡർ കിട്ടി. ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ 69 രൂപയാണ് കാണിക്കുന്നത്. ഓർഡർ വന്നപ്പോൾ ട്രിപ്പ് 42 രൂപയുള്ളത് ഡെലിവറിക്ക് ശേഷം 44 ആയിട്ടുണ്ട്. പ്ലസ് ചെറിയ മഴ കാരണം 25 രൂപ റെയിൻ സർജും ആഡായിട്ടുണ്ട്. 44 + 25 69 രൂപ കഴിഞ്ഞില്ല. 30 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട്. സോ അറൗണ്ട് ജസ്റ്റ് 7 കിലോമീറ്റർ ഓടിയപ്പോൾ നമുക്ക് കിട്ടിയത് 99 രൂപ 48 പൈസയാണ്. അതിരടി ലാഭം. നമുക്ക് രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട്. ഇതിലെ ഓർഡർ ഏണിങ്സ് എല്ലാവരും ശ്രദ്ധിക്കുക. 57 രൂപ 54 പൈസ. ആഫ്റ്റർ ഡെലിവറി നമുക്ക് കിട്ടിയത് 56 രൂപ 54 പൈസയാണ്. 1 രൂപയുടെ കുറവ്. അടുത്ത ഓർഡർ 1.5 മിനിറ്റ് കിട്ടുമെന്നാണ് സൊമാറ്റോ പറയുന്നത്. കിട്ടി. ഇമ്പീരിയൽ കിച്ചൺ, ദേവസ്വം ബോർഡാണ് ലൊക്കേഷൻ. പക്ഷേ നമ്മൾ പോകുന്ന വഴി പൊരിഞ്ഞടിയാണ്. ഗവർണർ DYFI ഇഷ്യൂ. പഴയ ഗവർണർ ആയിരുന്നപ്പോൾ പകലെ അടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം രാത്രിയും കൂടെ ആയി. പുരോഗതി ഉണ്ട്. പോലീസ് റോഡ് ബ്ലോക്ക് ആക്കിയ കാരണം റെസ്റ്റോറൻറ്റ് എത്തിയത് 2 കിലോമീറ്റർ ചുറ്റിയാണ്. നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ ആ റൂട്ട് തന്നെ ആയതുകൊണ്ട് വീണ്ടും ചുറ്റിക്കറങ്ങേണ്ടി വന്നു. കസ്റ്റമർ ലൊക്കേഷൻ 5 കിലോമീറ്റർ കൂടുതലായതുകൊണ്ട് ഈ ട്രിപ്പിന് ലോങ് ഡിസ്റ്റൻസ് റൺവേ ഉണ്ട്. ബട്ട് ട്രിപ്പ് ഇതിലും 1 രൂപ കുറച്ചിട്ടുണ്ട്. നാലാമത്തെ ഓർഡർ പൂജപ്പുര ആസീസ് റെസ്റ്റോറൻറ്റിൽ നിന്ന് 20 രൂപ ടിപ്പ്. ബട്ട് ഐറ്റം കിട്ടാൻ നല്ല ഡിലേ ആയി. ഈ ട്രിപ്പിന് 111 രൂപയാണ് കിട്ടിയത്. സമയം 9 മണി കഴിഞ്ഞു. നമ്മുടെ ഗിഗിൻ്റെ ടൈമും. ഇനി നമുക്ക് ഓർഡർ കിട്ടില്ല. 2 റെസ്റ്റോറൻറ്റിലെ ഡിലേയും രാജ്ഭവൻ മാർച്ചും കാരണം നമ്മുടെ ഡിന്നർ ഇൻസെൻറ്റീവ് സക്സസ്ഫുള്ളി നഷ്ടമായിട്ടുണ്ട്. 5-ന് പകരം നമുക്ക് 4 ഓർഡർ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഇന്നത്തെ ഡെലിവറി ജോബ് നമുക്ക് മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എത്ര ദൂരം ഓടി നോക്കാം. ട്രിപ്പ് 1-ന് വേണ്ടിയിട്ട് 6.8 കിലോമീറ്റർ, ട്രിപ്പ് 2 6 കിലോമീറ്റർ, ട്രിപ്പ് 3 11.5 കിലോമീറ്റർ, ട്രിപ്പ് 4 11 കിലോമീറ്റർ. പിന്നെ ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാനായിട്ട് ഏകദേശം 15 കിലോമീറ്റർ നമുക്ക് ഓടേണ്ടി വന്നു. സോ ഇന്ന് നമ്മൾ ടോട്ടൽ 50.3 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നമുക്കതൊരു 51 കിലോമീറ്റർ ആയിട്ട് തന്നെ കണക്ക് കൂട്ടാം. ദെൻ ടോട്ടൽ ഏണിങ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓർഡർ ഏണിങ്സ് വഴി മാത്രം കിട്ടിയത് 272 രൂപ 50 പൈസയാണ്. ദെൻ നമുക്ക് ഓൺലൈനായിട്ട് ഒരു 20 രൂപ ടിപ്പ്, പിന്നെ കയ്യിൽ ഒരു 30 രൂപ ടിപ്പ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഏണിങ്സ് വരുന്നത് 322 രൂപ 50 പൈസയാണ്. പക്ഷേ ഇതല്ല നമ്മുടെ ആക്ച്വൽ ഏണിങ്സ്. നമുക്ക് ശരിക്കും കിട്ടിയ പൈസ അറിയാണെങ്കിൽ പെട്രോൾ എക്സ്പെൻസും കൂടെ കുറയ്ക്കേണ്ടതുണ്ട്. എൻ്റെ ബൈക്കിന് ഒരു 55 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഇന്നത്തെ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് 107 സംതിങ് ആണ്. നമ്മൾ ഇന്ന് ടോട്ടൽ ഓടിയ കിലോമീറ്റർ 51 കിലോമീറ്റർ ആണ്. അപ്പോൾ പെട്രോൾ എക്സ്പെൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 107-നെ 51 കൊണ്ട് ഗുണിച്ച് 55 കൊണ്ട് ഹരിച്ചാൽ മതി. 99 രൂപ 21 പൈസ. നമുക്ക് 100 രൂപയായിട്ട് തന്നെ കണക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ഏണിങ്സ് കണ്ടുപിടിക്കാനായിട്ട് 322 രൂപയിൽ നിന്ന് 100 രൂപ കുറച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ച്വൽ ഏണിങ്സ് എന്ന് പറയുന്നത് 222 രൂപയാണ്. 222-ൽ 50 രൂപ റെയിൻ സർജാണ്. എല്ലാ ദിവസവും മഴ ഉണ്ടാവില്ല എന്ന കാര്യം ഒന്ന് മനസ്സ് വെച്ചേക്കുക. ബട്ട് നമുക്ക് 60 രൂപ ഇൻസെൻറ്റീവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് സാധാരണയായിട്ട് കിട്ടാറുള്ളതാണ്. 2 റെസ്റ്റോറൻറ്റ് ഡിലേ ആയതും രാജ്ഭവൻ മാർച്ചും കാരണമാണ് അത് ഇന്ന് കിട്ടാതെ പോയത്. ചുരുക്കത്തിൽ രാത്രി 6 മണി മുതൽ 9 മണി വരെ ഓടിയാൽ പെട്രോൾ ചിലവൊക്കെ കഴിഞ്ഞ് ബുധനാഴ്ച ഒരു 200 മുതൽ 250 രൂപ വരെ നമുക്ക് സൊമാറ്റോയിൽ നിന്ന് സമ്പാദിക്കാം. സൊമാറ്റോ ഡെലിവറി ഏണിങ്സിൻ്റെ ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക.